ഉസ്താദുമാര് കമ്മിറ്റി ഒക്കെ സ്വപ്നം കണ്ട ഒരു യൂണിഫോം മാറി വെള്ള കുപ്പായവും തൊപ്പിയും ധരിച്ച ആൺകുട്ടികളും കറുത്ത പർദ്ദയും വെള്ള മഫ്തയും ധരിച്ച പെൺകുട്ടികളുമുള്ള ഒരു വിദ്യാലയം, ഒരു മദ്രസ നമ്മൾ സ്വപ്നം കണ്ടിരുന്നു. അത് പകരക്ക് നടക്കുമോ എന്ന് ചില ആളുകളൊക്കെ ചോദിക്കുകയും ചെയ്തു. അതൊന്നും വേണ്ട, ഇവിടെ പല ആളുകളും പറഞ്ഞിരുന്നു. പക്ഷേ കമ്മിറ്റിയുടെ കടുത്ത ഒരു പിന്തുണ പ്രിയപ്പെട്ട ഉസ്താദുമായി അവതരിപ്പിച്ചത്. പിന്നീട് നമ്മുടെ യമാൻ ഉസ്താദ്, അതുപോലെ തന്നെ മുഹമ്മദ് ഉസ്താദ്, ഇങ്ങനെയുള്ള ആളുകൾ അതിന് നിരന്തരമായ പ്രയത്നങ്ങൾ നടത്തുകയും കൂടെ ചേരുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും സഹകരണത്തോടു കൂടിയിട്ട് ഇങ്ങനെ മനോഹരമായ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ അൽഹംദുലില്ലാഹ് നമുക്ക് സാധ്യമായി എന്നുള്ളത് ഈ അരീക്കൽ ബോധൽ ഇസ്ലാം മദ്രസയുടെ ഏറ്റവും വലിയ അഭിമാനകരമായ നിമിഷമായിട്ട് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. 2900 കുട്ടികൾ പരീക്ഷ എഴുതി. 700-ലധികം കുട്ടികൾ എടരിക്കോട് വെച്ച് 5 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് കിട്ടിയത്. അതിൽ 3 വിദ്യാർത്ഥികളും അരീക്കൽ മദ്രസയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അഭിമാനമാണ്. ഇന്നലെ 3 പേര് ഇവിടെ തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അഭിമാനമാണ്. അൽഹംദുലില്ലാഹ് അതിങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഇങ്ങനെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ അതിലൊക്കെ നമുക്ക് സ്നേഹം നിറഞ്ഞ എൻ്റെ കൊച്ചുമക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സ്ഥാപനമായി നമ്മളിന്ന് ശരിക്കും സെൻറ്റർ ഓഫ് അല്ലേ, നമ്മൾ ഒരു വർഷം നമ്മളെ വിദ്യാഭ്യാസം പൂർത്തിയായി കൊല്ലം അവസാനിക്കുന്ന അവസാനത്തെ ദിവസം ക്ലാസ്സിലായിരിക്കില്ല നിങ്ങൾ ഇരിക്കുന്നത്, മറിച്ച് അതിൻ്റെ മുതിർന്ന ക്ലാസ്സിലായിരിക്കും. 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലേക്കും അങ്ങനെ 9 മുതൽ 10ലേക്കും 10 മുതൽ 11ലേക്കും ഇങ്ങനെ പടിപടിയായി കയറുന്ന ഒരു രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം. വളരെ അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ടാണ് കാലത്ത് മദ്രസയിലേക്ക് വരുന്നതെന്ന് അറിയാം. അത് എന്തിനു വേണ്ടി? പൈലുമ്പ് പഠിക്കുന്നതിന് വേണ്ടി. അടുത്തായിട്ട് മൻഹ ഇല്ലിക്കൽ ഡോക്ടർ ഓഫ് ഷറഫുദ്ദീൻ പ്രസിഡന്റ് നടന്നു. മൻഹായിലേക്ക് സ്വയം അതോടെ പൊറോട്ട കമ്പനി നൽകുന്ന പ്രിയപ്പെട്ട അടുത്ത ഒഴുകി പ്രിയപ്പെട്ട സദനമാണ് അവിടെ എല്ലാ കുട്ടികൾക്കുള്ള സമ്മാനമാണ്. കുട്ടികൾക്കുള്ള ഒരു സെമീറ എന്ന് പറയുന്ന സൗജന്യ നമ്മളിനി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ തോഹീർ വാഫി ഖുർആൻ ഹാഫിളാക്കിയ അതിൻ്റെ നോട്ടീസ് ഇപ്പോൾ കൊടുക്കണം. അസ്സലാമു അലൈക്കും. ഓതുന്നതിനോടൊപ്പം ഓതിയിട്ട് എന്ത് ചെയ്യാം, ചെറിയ കുട്ടികൾ അത് കേട്ട് ഓതാൻ കഴിയും. 1ലെ കുട്ടികൾ മുഴുവൻ കഴിയും.
സംസാരിക്കുന്നത് മുതിർന്ന കുട്ടികൾ മാതൃക കാണിച്ചിട്ട് യാസീൻ ഉസ്താദ് ഓതുന്ന അതേ തജ്വീദ് നിയമപ്രകാരം നിങ്ങളും നല്ല ഭംഗിയില് ഉച്ചാരണത്തില് നിങ്ങളും എല്ലാവരും ഓതുക. بسم الله الرحمن الرحيم الحمد لله